രണ്ടാമത്തെ പൊട്ട് പൊട്ടി ഞങ്ങൾ എടുത്തിട്ട് ഓടുമ്പോൾ ഞങ്ങളുടെ പുറകെ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രമുണ്ടായതിൻ്റെ തൊട്ടടുത്താണ്. ആ ക്ഷേത്രമുണ്ടായതിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയ ആ ക്ഷേത്രത്തിൻ്റെ കെട്ടിടങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയ പറമ്പുണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് പൂർണ്ണമായി നാമാവശേഷം ആയ ഒരു രീതിയിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ആകെ കാണാനുള്ളത് ഈ ഒരു അരയാൽ മാത്രമായിരുന്നു. എല്ലാ വർഷവും 7 ദിവസം 3 ദിവസം ഉത്സവം നടക്കും. വലിയ മതിൽക്കെട്ടുണ്ട്. ഇവിടെയുള്ള ഒരു നാട്ടുകാരൻ നമ്മോടൊപ്പം, പേരെന്തായിരുന്നു? രാജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്മൃതി, നമുക്ക് രാജേഷോട് തന്നെ ചോദിച്ചു നോക്കാം, എന്താണ് ഇവിടെ ഉണ്ടായത്? ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഒന്നും ആയിരുന്നില്ലല്ലോ അല്ലേ? എന്താണ് ഇവിടെ ഉണ്ടായത്? ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടാണോ? ക്ഷേത്രം ഉണ്ടായിരുന്നു. നമുക്ക് 7 ദിവസം, ചില ദിവസങ്ങളിൽ നമ്മൾ ഇതുവരെ 7 ദിവസമായിട്ട് നമ്മൾ പരിപാടി വെച്ചിട്ടില്ല. ഇതുവരെ നമ്മൾ 3 ദിവസമാണ് മാക്സിമം പോകാറ്. നമ്മൾ ശിവരാത്രി മഹോത്സവം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അത്ര കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത്. ഇപ്പോൾ ഈ കാണുന്നത് എന്താണ്? ഇപ്പോൾ അവിടെ ബാക്കിയുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ? ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ തറ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ചുറ്റുമതിൽ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ശിവൻ്റെത് മാത്രമല്ല, ഇതിനകത്ത് 2 പ്രതിഷ്ഠകളുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിറ്റോറിയമാണ്. അത് ആ ദൂരെ കാണുന്നത് ഓഡിറ്റോറിയം. ദൂരെ കാണുന്നത് നമ്മുടെ ഓഡിറ്റോറിയമാണ്. അതിനകത്താണ് മണ്ഡലകാലം മൊത്തം പരിപാടി നടക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമ്രാന്തിരി താമസിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ നേർ പുറകുവശമാണ്. അവരുടെ വീടായിരുന്നു അത്. ആ ഇമ്രാന്തിരിയും അതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമായിരുന്നു അല്ലേ? ഇത് മൊത്തം ഇതിങ്ങനെ ഈ ഒരു പോയിന്റ് മുതൽ അതേ അങ്ങേ ലാസ്റ്റ് വരെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെയാണ് സ്ഥലമാണത്. വലിയ മതിൽക്കെട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇത് അമ്പലത്തിനോട് ചുറ്റുമാണ് മതിൽക്കെട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്പേസ് ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുന്ന സ്ഥലമാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത. പക്ഷേ നമുക്ക് 20 വർഷം മുമ്പ് നമ്മളിവിടെ സ്വർണ്ണപ്രശ്നം വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ തന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ പുഴ നമുക്ക് ഇതുവഴി നമുക്ക് ഇനി ഒഴുകാൻ ചാൻസ് ഇല്ല. ഈ പുഴ ഇതുവഴി ഒഴുകുന്നു നമ്മളോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗതി മാറി ഒഴുകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 20 വർഷം മുമ്പായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ വർഷം അത് കിട്ടി. ഇപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്തേ എന്താ തോന്നുന്നത് രാജേഷിന് ഉൾപ്പെടെ? പങ്ക് പൊട്ടുക എന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്കിത് നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, വളരെ സുന്ദരമൊക്കെ. ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നില്ല അല്ലേ? ഇല്ല, ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു. കൂടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് അപ്പുറത്തെ വീട്ടുകാരൊക്കെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം എൻ്റെ ഉറ്റ സുഹൃത്തായ പ്രജീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതുവഴി കടന്നു പോകുമ്പോഴാണ് മിസ്സായി പോയത്. റെസ്ക്യൂ ചെയ്യുന്നതിനിടയിലും ആൾ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. അതായത് മൂന്നാമത്തേതില്ലല്ലേ? രണ്ടാമത്തെ പൊട്ടിലാണ്. അതായിരുന്നു വൻ പൊട്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പൊട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പൊട്ട് 1 മണിക്കൂർ തികച്ചെടുക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെയും പൊട്ടി. അതിനകത്തായിരുന്നു റെസ്ക്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ. ആദ്യത്തെ ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ രാജേഷ് വീട്ടിൽ തന്നെയായിരുന്നു? വീട്ടിലായിരുന്നു. അത് നമ്മൾ അറിഞ്ഞു. അപ്പം തന്നെ നമ്മൾ അലേർട്ടായി. എന്താ ചെയ്തത്? ഏത് ഭാഗത്താണ് രാജേഷിൻ്റെ വീട്? എൻ്റെ വീട് അപ്പുറത്താണ്. മുണ്ടക്കായല്ല, മുണ്ടക്കായി എത്തണ്ട, അതിൻ്റെ തൊട്ടിപ്പുറത്താണ്. അപ്പോൾ മുണ്ടക്കായി പൊട്ടിയപ്പോൾ തന്നെ അവിടുത്തെ വീടുകളിൽ വെള്ളം കയറി ചളി കയറിയപ്പോൾ നമ്മൾ ആദ്യത്തെ പൊട്ട് പൊട്ടിയപ്പോൾ തന്നെ നമ്മുടെ ആ സ്കൂളിൻ്റെ ഏരിയയിലൊക്കെ മണ്ണ് കയറി. അവിടുത്തെ നാട്ടുകാരൊക്കെ ഓടി വരുന്ന കണ്ടപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് അവരെ റെസ്ക്യൂ ചെയ്ത് നമ്മുടെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. ആദ്യത്തെ പൊട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പൊട്ടിലേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്? ഏകദേശം നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 മിനിറ്റേ ടൈമുള്ളൂ. 50 പൊട്ടിനെടുക്കും 50 മിനിറ്റ് എടുക്കാം. രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്ന ഫസ്റ്റ് പൊട്ട് പൊട്ടിയിട്ട് രണ്ടാമത്തെ പൊട്ട് വിടുന്നത് ഏകദേശം 50 മിനിറ്റ്, അത്രേ ഉള്ളൂ. ആദ്യത്തെ പൊട്ടിൽ വലിയ നാശം ഉണ്ടായില്ലെന്ന് തോന്നുന്നല്ലേ? ആദ്യത്തെ വീടുകളൊക്കെ പോയായിരുന്നു. പക്ഷേ വീടുകൾ പോയി, പിന്നെ താഴോട്ട് ബാധിച്ചില്ലായിരുന്നു. അപ്പോൾ മൂന്നാമത്തേതായിരുന്നു ഏറ്റവും ഭീകരമായത്? അല്ല, രണ്ടാമത്തേതായിരുന്നു നല്ല ഭീകരമായിട്ട്. നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 മിനിറ്റാണ് ആകെ കിട്ടിയ ഗ്യാപ്പ് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ അവിടുത്തെ നാട്ടുകാരിൽ കുറേ പേര് ചളിയിലൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഓടിക്കേറി നമ്മുടെ 50 മിനിറ്റിനിടയിലാണ് ഒരുപാട് പേര് തിരിച്ച് ജീവിതത്തിലേക്ക് കയറിയിട്ടുണ്ടാവും അല്ലേ രേഷ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ആദ്യത്തെ പൊട്ട് പൊട്ടിയതിന് ശേഷം രാജേഷും സുഹൃത്തുക്കളും ചെയ്തത് പിന്നെ എന്തായിരുന്നു? പിന്നെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നമുക്കുണ്ടായിരുന്ന വെറും 4 വണ്ടിയാണ്. ആ വണ്ടിയിൽ നമ്മൾ അവിടെയുള്ള മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഭാഗത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന അത്രയും ആൾക്കാരെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കാണുന്ന ഒരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിനകത്ത് കൊണ്ടുവന്ന് അവരെ ഒരു ക്യാമ്പ് പോലെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്തതിന് അതിനുള്ള അവസരം ഒരുക്കി തന്ന HMLൻ്റെ മാനേജറിനോടാണ് നമ്മൾ കടപ്പെടുന്നത്.
അതിനുശേഷം പിന്നീട് ചെയ്ത് അപ്പോൾ അപ്പോഴേക്ക് രണ്ടാമത്തെ പൊട്ടി കാണും അല്ലേ? പൊട്ടി അപ്പോഴത്തേക്ക് രണ്ടാമത്തെ എത്ര തവണ ഇതുപോലെ ആളുകളെ കൊണ്ടുവരാൻ പറ്റിയിരുന്നു രാജേഷിന് അന്ന് സുഹൃത്തുക്കൾക്ക്? ഈ 50 മിനിറ്റിനിടയിൽ ഈ 50 മിനിറ്റിനിടയിൽ ഒരു 20 ട്രിപ്പ് ഞങ്ങളൊരു 3 വണ്ടിക്കാർ 20 ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇത്രയും ആളുകളെ എത്തിച്ചു. അത്രയും ആളുകളെ എത്തിച്ചു. ബാക്കി നമുക്ക് എത്തിക്കാനില്ല. പിന്നെ ഓരോരുത്തർ ചളിയിലായിരുന്നു. പിന്നെ അവരെ നമുക്ക് അങ്ങോട്ട് രാജേഷ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നോ? ചളിയിൽപ്പെട്ടവരെ കാണുന്നുണ്ടായിരുന്നോ? ഞങ്ങൾ കൈ പിടിച്ച് വലിച്ച് കയറ്റിയതൊക്കെ ഞങ്ങൾ തന്നെ. വേറെ ആരുമില്ല റെസ്ക്യൂ ചെയ്യാൻ. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരായ ഒരു 10 പേര് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രവേശനം ഇങ്ങോട്ടില്ല. ഈ പാലം ഇല്ലായിരുന്നു, അതുകൊണ്ട് ആർക്കും ഇങ്ങോട്ടില്ല. പാലം പോകുന്ന ഒന്നാമത്തെ പൊട്ടിലാണോ രണ്ടാമത്തേലാണോ ഓർക്കുന്നുണ്ട്? ഒന്നാമത്തെ പൊട്ടിൽ തന്നെ വെള്ളം കവിഞ്ഞായിരുന്നു പാലത്തുമ്മേ. രണ്ടാമത്തെ പൊട്ടിലാണ് പാലം പോയത്. ഈ ക്ഷേത്രങ്ങളൊക്കെ പോകുന്നത് രണ്ടാമത്തേലാണ്. രണ്ടാമത്തെ അല്ല, ക്ഷേത്രങ്ങൾ ഇത്ര ഭീകരാവുന്ന രണ്ടാമത്തേലാണ് അല്ലേ കാണുന്നത്? ഇത്രയും ഭീകരമാവുന്നത് രണ്ടാമത്തെ പൊട്ടിലാണ്. രണ്ടാമത്തേതാണ് ഹെവി ആയിട്ട് വന്നേക്കുന്നത് ഇവിടെ. എന്താ ഒരു കാഴ്ചയെ കുറിച്ചൊന്ന് പറയാമോ? ഒന്ന് ഓർത്തെടുക്കാവോ അന്നുണ്ടായ ഒരു കാഴ്ച, ആദ്യത്തെ പൊട്ടലിന് ശേഷം രാജേഷ് കണ്ടത്? ആദ്യത്തെ പൊട്ടലിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് അത് വർണ്ണിക്കാൻ മനസ്സിൽ പതിഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാജേഷ് നേരെ പോകുന്നത് ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ മരവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ശബ്ദമായിരുന്നു. രാജേഷ് എന്താണ്? ഞാൻ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സൗണ്ട് കേട്ടിട്ടില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓരോന്നും വരുന്നത് അത്രയും. ഞാൻ ഓടുമ്പോൾ രണ്ടാമത്തെ പൊട്ട് പൊട്ടിയിട്ട് ഞാൻ എല്ലാവരെയും എടുത്തിട്ട് ഓടുമ്പോൾ ഞാനെന്നല്ല, ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എടുത്തിട്ട് ഓടുമ്പോൾ ഞങ്ങളുടെ പുറകെ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഓടിക്കയറി. എനിക്കൊരു 8 മാസമുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനെ എടുത്തിട്ടാണ് ഞങ്ങളത് അപ്പുറത്തുള്ള തേയിലത്തോട്ടത്തിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് കയറി നിന്ന് മഴയും കൊണ്ട് ഞങ്ങൾ രാത്രി ഒരു 10-60 പേര്. വീട്ടിലുള്ള എല്ലാവരും സുരക്ഷിതരാണോ? സുരക്ഷിതരാണ്. അവിടെ പോയപ്പോൾ എന്താ ഒരു ഫീൽ ചെയ്ത ഒരു രംഗം പറയാമോ രാജേഷിന്? ഫീൽ കണ്ടതിൽ മനസ്സിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. മനസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങനെയായിരുന്നു അല്ലേ? വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ ഇത് ഫസ്റ്റ് ടൈം അല്ല. അതുകൊണ്ട് നമുക്ക് നമ്മൾ മല സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ റെസ്ക്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈവ് കണ്ടതാണ്. അത് പകലായിരുന്നു, ഇത് രാത്രി. പുത്തുമല എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുക, പൊട്ടി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന. അപ്പോൾ നമുക്ക് അത് കണ്ട സ്ഥിതിക്ക് അതൊക്കെ അപ്പോൾ നമ്മളെ മനസ്സ് ഉറച്ചു പോയി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പൊട്ട് നമ്മുടെ ജീവിതത്തിൽ ഭീകരമാണ്. ആദ്യമായിട്ടാണ് ഇത്രയൊന്നും നമ്മൾ സംഭവിക്കുന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പോലും കരുതാത്തൊരു സംഭവമാണ്. ഈ അന്നിപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും കൂടി രക്ഷപ്പെടുത്താമെന്നോ കയ്യിൽ നിന്ന് വഴുതി പോയതോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണ് അങ്ങനെ ഞങ്ങൾ മെയിൻ മുണ്ടക്കൈയാണ്. നമുക്ക് ഇങ്ങോട്ട് എന്തായാലും വരാൻ പറ്റില്ല. മുണ്ടക്കൈയിൽ ഇപ്പോൾ പള്ളിയൊക്കെ ഇരിക്കുന്ന സ്ഥലം, ദേവൻ്റെ വീടും പള്ളിയും. നമുക്ക് അങ്ങോട്ട് അടുക്കാൻ ഇതുവരെ അപ്പോഴത്തെ ടൈമിന് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകില്ല. അവിടുന്ന് പിന്നെ ഫുള്ള് ചളിയാണ്. നമുക്ക് ഇത്രയ്ക്ക് ചളിയുണ്ട്, ഒരാളുടെ ഊരയുടെ അത്രയും ചളിയാണ് നമുക്ക്. അപ്പോൾ പിന്നെ നമ്മൾ ചളിയിൽ വെളിച്ചം ഉണ്ടായിരുന്നു. അന്നേ ദിവസം നമ്മുടെ ഈ അങ്ങാടി വരെ ഉള്ളൂ കറണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരാൾക്കും കറണ്ടില്ല, മൊത്തം ഇരുടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയുടെ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് എടുക്കുന്നത്. രാജേഷിന് ഇപ്പം എവിടെ വരെ എത്താൻ പറ്റി? ഇവിടുന്ന് മുണ്ടക്കൈ എവിടെ വരെ എത്തി? ഏകദേശം ഞങ്ങൾ ബസ് സ്റ്റോപ്പ് വരെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. LP സ്കൂൾ കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പ് വരെ ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ. രാജേഷ് വെള്ളം വരുന്നത് കണ്ടോ? വെള്ളം വരുന്നത് കണ്ടായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ രൂപം എന്ന് പറയാമോ? വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറുത്ത് ഇരുണ്ട ഒരു കരി പിടിച്ച ഒരു അവസ്ഥയാണ്. മൊത്തം മരങ്ങളും അങ്ങനെയുള്ളതാണ്. മൊത്തം വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തി ഒലിച്ച് എന്താ പറയുക, വൻ തോതിലാണ് വെള്ളം വന്നത്. നമ്മളൊന്നും വെള്ളം അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു പൊട്ടിയ സമയത്ത്. ഈ സാധാരണ ഈ ഉരുൾപൊട്ടൽ തുടങ്ങുന്ന സമയത്തും ഉരുൾപൊട്ടലിന് ശേഷവും ഉണ്ടായി വെള്ളത്തിൻ്റെ വ്യാപ്തി അത് എത്രത്തോളം, എന്ത് ഹൈറ്റിലുണ്ടാവും ഏകദേശം? അങ്ങനെ രാജേഷ് ഇത് കാണുന്നത് എവിടുന്ന? ഞങ്ങൾ മുണ്ടക്കൈ വെച്ചാണ് കാണുന്നത്. രണ്ടാമത്തെ ഉണ്ടാവും ഏകദേശം ഒരു ഹൈറ്റ് ഇങ്ങനെ 3 എങ്ങനെ പറയാം, ഈ ഒരു മരത്തിൻ്റെ ഹൈറ്റ് ഏകദേശം ഈ ഒരു മരത്തിൻ്റെ പകുതിയോളം ഉണ്ടാവും. അതായത് ഈ ഒരു മരത്തിൻ്റെ പകുതിയോളം ഉണ്ട്. അവിടെ അത്രയും ഹൈറ്റിലുള്ള പ്രദേശമാണത്. അതുകൊണ്ട് അത്രയും ഹൈറ്റിൽ നിന്ന് പൊട്ടി വന്നുകൊണ്ട് നമുക്ക് ഏകദേശം കണക്കാക്കുന്നത് നമ്മൾ ഈ ഒരു ആലിൻ്റെ ഒരു പകുതിയോളം ഉണ്ട്. അത്രയും ഹൈറ്റിനകത്താണ് വന്നിരിക്കുന്നത്. നിലവിളികളുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങൾ ഇതേപോലെ തന്നെ ആ വീടിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. രാജേഷ് കാണുമ്പോൾ ഇത്രയും വലിയ വെള്ളത്തിൻ്റെ അതിലൂടെ എന്തെങ്കിലും ഒഴുകി പോകുന്നൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്താ രാജേഷ് ഒന്ന് ഓർക്കുന്നത്? വീടിൻ്റെ പാർട്സുകളും വണ്ടികളും പോകുന്നുണ്ട്. അത് നമ്മൾ റോഡിൽ ഇവിടെ ഫാക്ടറി ഉണ്ട്, ഫാക്ടറിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയാണ് ഈ പുഴ ഒഴുകുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പോകുന്നത് വണ്ടികളായിട്ടും പിന്നെ അതുപോലെ തന്നെ
പാത്രങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, അത്രയും വലിയ സാധനങ്ങൾ. ഇത് ആദ്യത്തെ പൊട്ട് പൊട്ടുമ്പോൾ രാജേഷ് എവിടെയായിരുന്നു? ആദ്യത്തെ പൊട്ട് പൊട്ടുമ്പോൾ ഞാൻ വീട്ടിൽ കിടക്കുവാണ്. ഉറങ്ങിയിരുന്നോ? ഉറങ്ങി. ഞാൻ തറയിൽ ബെഡിട്ടാണ് കിടക്കാറ്. തറയിൽ ബെഡിട്ട് കിടക്കുമ്പോൾ ജർക്കിങ് വന്നു. എങ്ങനെയായിരുന്നു ആ ജർക്കിങ്? അതൊന്ന് പറയാമോ? നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ എടുത്ത് പൊന്തിച്ചിടുന്ന പോലെ. ശബ്ദമുണ്ടോ? ശബ്ദം, നല്ല ശബ്ദമായിരുന്നു. നല്ല ഉറക്കത്തിലുള്ള രാജേഷ് ഉണർന്നു. ഞെട്ടി നീച്ച് ഞാൻ. അതിൻ്റെ ഒരു തലേ ദിവസവും ഇതേപോലെ തന്നെ രാത്രി ചെറുതായിട്ടൊന്ന് പൊട്ടിയപ്പോൾ നമുക്ക് സൗണ്ട് വന്നായിരുന്നു. അപ്പോഴും ഇത്രയും വലിയ സൗണ്ടില്ല, എങ്കിലും ആ സൗണ്ട് കേട്ടിട്ട് ഞാൻ നീറ്റതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് അത് ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. അപ്പോൾ വീണ്ടും നമുക്ക് അവിടെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ. ഉടൻ രാജേഷ് ചെയ്തെന്താ? എണീറ്റ് ഉടൻ ഞങ്ങൾ എവിടെ പൊട്ടിയെന്ന് ചോദിച്ചപ്പോൾ മുണ്ടക്കായി പൊട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ തൊട്ട അയൽവാസിക്ക് അപ്പോഴത്തേക്ക് കോൾ വന്നു. ഞങ്ങൾ അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് നേരെ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. താമസിക്കുന്ന വീട്ടിൽ നിന്ന് എടുക്കുന്ന മുണ്ടക്കൈയിലേക്ക് പോയ സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ട്? ഏകദേശം ഒരു 500 മീറ്റർ. ആദ്യം ആരുടെ വീട്ടിലേക്കാണ് പോകുന്നത്? വീടല്ല, ഞങ്ങൾ ആദ്യം കയറി ചെല്ലുന്ന ഒരു സ്കൂളിലേക്കാണ്, എൽ പി സ്കൂളിൽ നമ്മൾ അവിടെ കാണുന്നത് അല്ലേ? അവിടെ കാണുന്ന LP സ്കൂളിലേക്കാണ് കയറി പോകുന്നത്. അവിടെ പോയപ്പോൾ ഒരു ചേച്ചി കണ്ണൊക്കെ പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചീനാണ് ഞങ്ങൾ ആദ്യമായിട്ട് റെസ്ക്യൂ ചെയ്യുന്നത്. ആ ചേച്ചി ഒഴുകി വന്നതാണോ? ആ ചേച്ചി ഒഴുകിയല്ല, ആ ചേച്ചി ഒഴുകി വന്നിട്ട് സ്കൂളിൻ്റെ ആ സൈഡിൽ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അതായത് ഒരുപാട് മുകളിൽ നിന്നാണ് ഒഴുകി വന്നത്? അല്ല, അത് കുറച്ച് മേളിൽ നിന്ന്. ഓ, അത് ശരി. അപ്പോൾ മറ്റൊരു സംഭവം നേരത്തെ രാജേഷ് പറഞ്ഞില്ലേ, ഒരു സുഹൃത്ത് രക്ഷിക്കാൻ വേണ്ടി പോയി, ആ സുഹൃത്ത് പ്രജീഷിനെ നഷ്ടപ്പെട്ടു. പ്രജീഷ് എപ്പോഴാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്? ഞങ്ങൾ രാത്രി 1 മണിക്ക് ഞാൻ ഒരു 1:45 ആകുമ്പോഴാണ്. എന്താ ചെയ്യുന്നത് പ്രജീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോർട്ടിൽ ഫുഡ് വയ്ക്കുന്ന കാര്യങ്ങളും, അവന് ഇവിടുത്തെ എന്താ പറയുക, ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് സർവേ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഫോറസ്റ്റ് പരമായിട്ടും കാര്യങ്ങൾക്കൊക്കെ അവൻ പോകാറുണ്ട്. പിന്നെ റിസോർട്ടാണ് അവൻ്റെ മെയിൻ റിസോർട്ട്. അന്ന് ഈ രാത്രി എവിടുന്നാ പ്രജീഷിനെ കാണുന്നത് രാജേഷ്? അല്ല, അന്ന് വൈകുന്നേരം വരെ ഏകദേശം ഒരു 4 മണി മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ. വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരുന്നു. ആദ്യം പൊട്ടുന്ന സമയത്ത് പ്രജീഷ് എവിടെയുണ്ട്? ആദ്യം പൊട്ടുന്ന സമയത്ത് ഈ കാണുന്ന വീടുകളിലൊക്കെ ഇവൻ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് മാറ്റുന്നത്. അന്ന് രാജേഷ് ഉണ്ടോ ഇവിടെ? ഇല്ല, അന്ന് ഞാൻ അവനെ സമയത്ത് അവൻ അവിടുന്ന് ഒഴിപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ അവന് കോൾ ചെയ്തായിരുന്നു, നീ സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്താണ്? വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പകുതിയാണ് അവൻ. അത്രയും അടുത്ത സുഹൃത്താണ്? എൻ്റെ ഒരു പകുതിയാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് പക്ഷേ അത് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അല്ല, നിങ്ങൾ മനസ്സിലായി, ഞാനത് അനുഭവിച്ചതാണ്. ആ ഭാഗത്തേക്ക് രാജേഷ് പോകുന്നു, ഇപ്പുറം പ്രജീഷ് ചെയ്യുന്നു. ആ പ്രജീഷിന് ഒന്ന് വിശദീകരിക്കാം. എന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാളാണല്ലോ രാജേഷിൻ്റെ ഏറ്റവും സുഹൃത്തു കൂടിയാണ്. എന്താണ് അതിനുശേഷമുള്ള മൂവ്മെൻറ്റ്, എന്തൊക്കെയാണെന്ന് പ്രതീക്ഷ ചെയ്ത് എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് ചുരുക്കി പറയാം. ഒഴുകിപ്പോയതാണോ? ഇത് ഈ ഏരിയയിലേക്ക് അവൻ എത്തിയിട്ടില്ലായിരുന്നു. ആ ഏരിയകളിലുള്ള ഈ ഏരിയ ഇങ്ങനെ ആയിട്ട് തിരിഞ്ഞു കിടക്കുന്ന ആ ഏരിയയിലുള്ള മൊത്തം ആളെയും അവർ മാറ്റി. ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട്, ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വിളിച്ചപ്പോൾ തന്നെ അവൻ ഇവിടുന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൂടുതലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ സേഫാണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൻ സേഫാണ്, ഞാൻ അവിടുന്ന് ആളെ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ് ഫോണിൽ. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ സേഫാണ്, ഞാൻ അവിടുത്തെ ആളുകളൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒഴിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് രാജേഷ് അപ്പുറത്തെ ആളുകളെ ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. പറഞ്ഞോളൂ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, പാലത്തിൻ്റെ അപ്പുറം പോയി നിൽക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് പാലത്തിൻ്റെ അപ്പുറം ആകുമ്പോൾ നീ സേഫ് ആവുമല്ലോ. അവിടെ വേറെ ആരുമില്ല, ഇവർ 2 പേരോ, ഇവനും മണിക്കുമാർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഇവർ 2 പേരാണ് പോയത്. അപ്പോൾ ഇവർ 2 പേരും ഞാൻ പറഞ്ഞു പാലത്തിൻ്റെ അപ്പുറത്തേട്ട് പോകും, അങ്ങനെ ആകുമ്പോൾ നിനക്ക് ലക്ഷം സേഫ് ആവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ഒരു പൊട്ടലല്ലേ? ഫസ്റ്റത്തെ പൊട്ട്. രണ്ടാമത്തെ പൊട്ട് പൊട്ടുമ്പോഴത്തേക്കും ഇവൻ അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ അപ്പോഴും ലൈവിലുണ്ട്, കോൾ ചെയ്തിട്ട് കണ്ടിന്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ആ പാലത്തിൻ്റെ അപ്പുറം എത്തിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ സേഫാണ് കേട്ടോ എന്ന് പറഞ്ഞു. നീ അവിടെ സേഫാണോ ചോദിച്ചപ്പോൾ ഞാൻ സേഫാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു പിള്ളേരൊക്കെ മാറ്റിക്കോ, അവിടുന്ന് മാറ്റി അങ്ങോട്ട്. അപ്പം ഞാൻ പറഞ്ഞു അവനോട് സ്വാഭാവികമായിട്ട് നമ്മളവിടെ വെള്ളം കയറില്ലടാ എന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ പാലുണ്ടോ ഇവിടെ? പാലുണ്ടോ? ഫസ്റ്റ് പൊട്ട് പൊട്ടുമ്പോൾ പാലുണ്ടെന്ന് അവൻ പറഞ്ഞു. പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞു. ഫസ്റ്റ് പൊട്ട് പൊട്ടുമ്പോൾ അവൻ പാലുണ്ടെന്ന് പറഞ്ഞു, അവൻ അപ്പുറം എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് സ്കൂൾ റോഡ് എന്ന് പറഞ്ഞാൽ ആ റോഡിൽ കൂടെ അവന് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ അവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയപ്പോഴാണ് രണ്ടാമത്തെ പൊട്ട് വന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ഇവൻ മിസ്സായിട്ടുള്ളത്. ഏകദേശം ഒരു 2 മണി 2:15 വരെ അവന്
അവിടെ കണ്ടവരുണ്ട്, ഇവിടെ ഈ ടൗണിൽ കണ്ടവരുണ്ട്. അതുവരെ ഞാനായിട്ട് അവന് കോണ്ടാക്റ്റിലുണ്ട്. എവിടുന്നാണ് പോയത്, എങ്ങനെയാണ് കൈവിട്ട് പോയത് എന്ന്? അത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സജിത്ത്. അവൻ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നാണ് പോയത്, നമുക്ക് പിടിക്കാൻ പോലും പറ്റിയിരുന്നില്ല, അത്രയും ഹെവി ഫോഴ്സിലാണ് വന്നത്, നമ്മൾ നിന്ന സ്ഥലത്തേക്ക് അവർ എത്തൂല എന്ന് വിചാരിച്ചത്. രണ്ടാമത്തെ പൊട്ടൽ നടക്കുമ്പോഴും സജീവമായി പ്രജീഷ് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു അല്ലേ? അതെ. ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഈ ഏരിയയിൽ നിന്ന് അവൻ ഇവിടെ ആരും ഇല്ലയെന്ന് അവന് മനസ്സിലായി. ഈ ഏരിയയിൽ ആരും ഇല്ലയെന്ന് മനസ്സിലായപ്പോൾ ഇവൻ അപ്പുറത്തേക്ക് ഞാൻ അവനെ പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ഏരിയയിലുള്ളവരൊക്കെ അവൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പുറത്ത് എന്താ സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവൻ അങ്ങോട്ട് പോയത്. പ്രജീഷിൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആരായിരുന്നു രാജേഷ്? അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മണികുമാർ എന്ന് പറഞ്ഞു, അവനും അവൻ്റെ കൂടെ പോയി. മണികുമാർ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു, അവനും അതിനകത്ത് പോയി. പ്രജീഷിൻ്റെ കൂടെ തന്നെ പോയി. അവർ രണ്ടുപേരായിരുന്നു ഇവിടെ നിന്ന് പൊള്ളു റെസ്ക്യൂ ചെയ്തിട്ട് അവരെല്ലാവരും മാറ്റിയത്. അപ്പോൾ ഈ പ്രജീഷും മണികുമാറും ഇവർ രണ്ടുപേരും പോയി. ഇവർ രണ്ടുപേരും പോയി. ഇവർ രണ്ടുപേരും ഞങ്ങൾ ആ പൊട്ടുന്ന അന്ന് രാത്രി ഒരു 8-9 മണി വരെ ഞങ്ങളിവിടെ ചായ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ടാണ് ചായയും കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പിരിയുന്നത്. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പ്രജീഷിനെ പോലെ മണികുമാറിനെ പോലെ വേറെയും ഒരുപാട് പേര് പ്രദേശത്ത് പോയിട്ടായിട്ട് അറിയാം. ഒരുപാട് പേരുണ്ട്. എൻ്റെ വേറൊരു ഒറ്റ സുഹൃത്തുണ്ട് ലെനിൻ എന്ന് പറഞ്ഞ്, അവനും ഇതേപോലെ തന്നെ അവൻ്റെ ഫാമിലീനെ സേഫാക്കി തിരിച്ച് എന്തോ ഡ്രസ്സോ പട്ടിക്കോ എന്തോ പട്ടീനെ അഴിച്ചു വിടാൻ എങ്ങാണ്ട് വീട്ടിലേക്ക് വീണ്ടും ഇറങ്ങി വന്നതാണ്. അതിൽ അവനും അപ്പോഴത്തേക്കും വന്ന് മണ്ണടിഞ്ഞ് കയറി അവനും അതേപോലെ അവനും അവൻ്റെ അച്ഛനും മരിച്ചു. ഇപ്പോൾ ഈ വീട്ടിൽ കിടന്നുറങ്ങുന്നവരും ഒക്കെ പോയതാണ് അറിയുന്നത്. പക്ഷെ അതുകൂടാതെ ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരുപാട് പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഏകദേശം എനിക്ക് തോന്നുന്നു അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയതിൽ ഇവരൊരു 3-4 പേരേ ഉണ്ടാവുള്ളൂ പോയവരിൽ. ബാക്കിയുള്ളവരൊക്കെ ഓടി. അവർക്ക് അവരുടെ സ്വന്തം ജീവിതം പോലും രക്ഷിക്കാൻ പറ്റിയില്ല അല്ലേ രാജേഷ്? ഇല്ല. അതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ എന്ത് പ്രശ്നം, എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രജീഷ് മുന്നിലുണ്ടാവും. എല്ലാ പരിപാടിയും, വീട്ടിൽ എന്ത് പരിപാടിയാണ്, മരണമാണെന്നും മുന്നിലുണ്ടായിരുന്നു അല്ലേ? അന്നും മരിക്കുന്നതിന് അന്ന് വരെ അവൻ മുന്നിലുണ്ടായിരുന്നു. ഈ നാട്ടിൽ അത്രയും വേണ്ടപ്പെട്ടവനാണ് അവൻ. ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ അങ്ങനെ കളിച്ചു വളർന്ന് എല്ലാ കാര്യത്തിലും ഉണ്ടുറങ്ങി നടന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ ദൈവം അവനൊരായുസ് കൊടുത്തില്ല. കുറേ പേര് എന്തായാലും നമുക്കൊരാശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരെ രക്ഷിച്ചിട്ടാണ് എന്തായാലും അവൻ പോയിട്ടുള്ളതെന്ന് മാത്രമേ ഇപ്പം നമുക്ക് സമാധാനിക്കാനുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കളിച്ചു വളർന്ന് അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു വളർന്ന സ്കൂളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സുന്ദരമായിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ പല വീഡിയോകളിലും സാറ് കണ്ടിട്ടുണ്ടാവായിരിക്കാം. അത്രയും പ്രകൃതിരമണീയമായ സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അത്രയും വലിയ സ്കൂളാണിത്. വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എഡ്യൂക്കേഷൻ കിട്ടുന്നൊരു സ്കൂളാണിത്. നല്ലൊരു സ്കൂളായിരുന്നു. അതും ഇപ്പോൾ ഇല്ല നമ്മളെ മുമ്പിൽ.